ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോ CDR ഫൈനലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇത് പാർട്ട് 2 ആണ്. ഈ പാർട്ട് 2 ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് തിരിച്ചു വരും, ആ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ടുവേർഡ്സ് ദി എൻഡ്. അപ്പോൾ നേരെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ 2 പാർട്ടുകൾ വേണമെന്ന് ചോദിച്ചാൽ പാർട്ട് 1 ഗോളുകൾ വന്ന വഴിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും ഒരുപാട് മിനിറ്റ്സ് ആയിപ്പോയി. അതുകൊണ്ടാണ് പാർട്ട് 2 പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ക്ഷമിക്കുക. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ബാക്കി കുറേ മത്സരങ്ങളെക്കുറിച്ചും സംസാരിക്കാനുണ്ട്. സമയം കിട്ടുന്നതിനനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നേരെ പോവല്ലേ. ആദ്യത്തെ പെനാൽറ്റി അപ്പീൽ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. പിന്നെ മാത്രമല്ല, വളരെ അഗ്രസീവായിട്ടാണ് റയൽ മാഡ്രിഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ ഫിസിക്കലാകാനുള്ള ശ്രമമൊക്കെ അത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 16ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ പെനാൽറ്റി ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിനി ജൂനിയർ റയൽ മാഡ്രിഡിൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുത്തുകയാണ്. വിനി ജൂനിയർ പലപ്പോഴായിട്ട് സ്ലോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. അപ്പോൾ അത് പിന്നെ ഓൾമ ബോളുമായിട്ട് പോകുന്ന അവസരത്തിൽ റുഡിഗർ വന്നിട്ട് അദ്ദേഹത്തെ മാൻ ഹാൻഡിൽ ചെയ്യുന്നു ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത്. അപ്പോൾ അത് യെല്ലോ കാർഡ് കൊടുക്കേണ്ട തരത്തിൽ സംഭവമാണ്. പക്ഷേ ബാഴ്സലോണയുടെ അടുത്ത് ബോൾ ആയതുകൊണ്ട് റെഫറി പിന്നെ അഡ്വാൻറ്റേജ് കൊടുക്കുന്നു. അങ്ങനെ ആ ബോൾ പിന്നെ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന റഫീനിയിലേക്ക് കൊടുക്കുകയാണ്. റഫീനിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഫെറാനിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്രോസ് അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് പിന്നെ ഫെഡേ വാൽവെർദെ നമുക്കറിയാലോ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പറന്ന് വരും ചെങ്ങ. അങ്ങനെ പറന്ന് വന്നാണ്, സ്ലൈഡ് ചെയ്ത് വന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടുന്നുണ്ട് ബാഴ്സലോണ പ്ലെയേഴ്സ്. അപ്പോൾ ഒബ്വിയസ്ലി പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് അപ്പീൽ നടത്തുന്നു. അവിടെ റെഫറി അത് കണ്ടിട്ടുണ്ട്. റെഫറി പറയുന്നുണ്ട് അത് എന്താണ് കയ്യിൽ തട്ടിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. ബാഴ്സലോണ ഫാൻസിന് വേറെ രീതിയിൽ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ അത് ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിൽ സംഭവമല്ല. അവിടെ ആ കൈ കുത്തിയിട്ടാണ് സ്ലൈഡ് ചെയ്യുന്നത്. അവിടെ സ്ലൈഡ് ചെയ്യുമ്പോൾ പിന്നെ വേറെ എന്ത് ചെയ്യുന്നുള്ളതാണ്. കൈ മുറിച്ച് കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ അത് കൈമേ വന്ന് തട്ടിയിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് പെനാൽറ്റി കൊടുത്തിരുന്നെങ്കിൽ തന്നെ ഭയങ്കര ഹാർഷായിട്ടുള്ളൊരു കോളായിട്ട് മാറിയാണ്. അപ്പോൾ അവിടെ അത് പെനാൽറ്റി അല്ല. പിന്നെന്താണ്, മത്സരത്തിൻ്റെ 20ാമത്തെ മിനിറ്റിൽ തിബോ കോർട്ടുവ നല്ലൊരു സേവ് നമ്മൾ കാണാം. ആ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു. റഫീനിയയുടെ ബോളാണ്. കൂണ്ടയുടെ ഹെഡർ ഫാൻറ്റാസ്റ്റിക് ഹെഡർ ആയിരുന്നു, പക്ഷെ അത് നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു തിബോ കോർട്ടുവ. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ കൂണ്ടയുടെ മനോഹരമായിട്ടുള്ളൊരു ബ്ലോക്കാണ്. റയൽ മാഡ്രിഡ് വളരെ റെയർ ആയിട്ടുള്ള അറ്റാക്ക്. ഫസ്റ്റ് ഹാഫിൻ്റെ സ്ഥിതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് സിറ്റ് ബാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എംബാപ്പെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റോഡ്രിഗോ, വിനി ജൂനിയർ, പിന്നെ ജൂഡ് ബെല്ലിംഗാം, മിഡ്ഫീൽഡിൽ സെബയോസ്, ഫെഡെ, ചോമേനി, ഈ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ വൈഡായിട്ടാണ് വിനിയും റോഡ്രിഗോയും കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ജൂഡ് ബെല്ലിംഗാമും മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്തിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഡിഫൻസിലി മെൻഡിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ആൾ പോയി. ഫ്രാൻ ഗാർസിയ വന്നിട്ടുണ്ടായിരുന്നു. റുഡിഗറും അസൻസിയും, പിന്നെ റൈറ്റ് ബാക്കായിട്ട് വാസുവണ്ണനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഫെഡെ അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതായിരിക്കും മറ്റൊരു ചോദ്യം ആരാധകർക്ക് ഉണ്ടാവുക. പിന്നെ കമവിംഗക്ക് ഇഞ്ചുറി പറ്റിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആളെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കേണ്ട തരത്തിലൊരു ചങ്ങായിയായിരുന്നു. എന്തായാലും ഫെഡയെ നമുക്ക് കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള മിഡ്ഫീൽഡാണ്. പക്ഷേ ഇത്തരത്തിലൊരു സിനാരി ഉള്ളപ്പോൾ അതാണ് പ്രശ്നം. പക്ഷെ എന്തായാലും വാസുവണ്ണൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഈ റെയർ ആയിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്ക് അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോങ് ബോൾ. അപ്പോൾ ഒബ്വിയസ്ലി ബാഴ്സലോണയുടെ ഹൈലൈനാണ്. ആ ഹൈലൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ. അപ്പോൾ ജൂഡിൻ്റെ റണ്ണ് റൈറ്റ് ഹാൻഡിലേക്കുള്ള റണ്ണ് നല്ലതായിരുന്നു. അദ്ദേഹം വിനിയെ പിക്ക് ചെയ്യുന്നു. വിനി തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്ത് വന്നിട്ടുള്ള ബോക്സിലേക്ക് റൺ ചെയ്യുന്നില്ല. ഫ്രാനെ പിക്ക് ചെയ്യാണ്. ഫ്രാൻ്റെ ഷോട്ടാണ് കൂണ്ടെ മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. നല്ലൊരു ബ്ലോക്കാണ്. പിന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് യെല്ലോ കാർഡ് കിട്ടി റെഫറിയുടെ അടുത്ത് നിന്ന്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറാർഡ് മാർട്ടിൻ വീണപ്പോൾ ആളുടെ കയ്യിൽ തട്ടുന്നുണ്ട്. അത് ഹാൻഡ് ബോൾ കൊടുക്കുന്നില്ല. ആ ഹാൻഡ് ബോളിന് വേണ്ടിയിട്ടുള്ള അപ്പീലാണ് കാർലോ ആഞ്ചലോട്ടി നടത്തുന്നത്, പ്ലെയേഴ്സ് നടത്തുന്നത്. അതായത് ഹാൻഡ് ബോളാണ്. ആ ഹാൻഡ് ബോൾ കൊടുക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഈ രീതിയിൽ മിസ്റ്റേക്കുകൾ റെഫറി വരുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് പിന്നെ യെല്ലോ കാർഡ് കാർലോക്ക് കിട്ടി. പിന്നെ നമ്മൾ ലമീൻ യമാലിൻ്റെ ട്രാക്ക് ബാക്കിങ് കാണുകയാണ്. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെയൊക്കെ ഫ്ലെയറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ടീം വർക്ക്, കൗണ്ടർ പ്രസ്സിങ്, അതേപോലെ തന്നെ ട്രാക്ക് ബാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ ബാഴ്സലോണ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കളി വീക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പെഡ്രി ബോൾ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ പിന്നെ രക്ഷയ്ക്ക് വരുന്നത് വിനി ജൂനിയർ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ ലമീൻ യമാൽ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ഹാഫിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു. വിനി ജൂനിയർ അവിടെ ഫൗളിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. എന്ത് ഫൗളാണ് അവിടെ ഉള്ളത്? ക്ലീനായിട്ട് നിങ്ങളുടെ അടുത്ത് ബോളാണ് വിൻ ചെയ്തത്. ഇങ്ങനെ വൈൻ ചെയ്യണം, അങ്ങനെ നൊലോളിക്കണം, എഴുന്നേറ്റ് കളിക്കി. അപ്പോൾ അവിടെ അത് നമ്മൾ കാണുന്നു. പിന്നെ ആണ് പെഡ്രി പോട്ട ഗോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കൂണ്ടെ ഫെറാൻ ടോറസിലേക്ക് ബോൾ കൊടുത്തപ്പോൾ ഫെറാൻ ടോറസിൻ്റെ അവിടെ പിന്നെ ഹോൾഡപ്പിലെ ആൾ വിചാരിച്ചത് ഫ്രങ്കിക്ക് പാസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ പാസ് വളരെ ഷോർട്ടായിപ്പോയി. അത്
ജൂഡ് ബെല്ലിങ്ങാം വന്നിട്ട് അവിടെ പിന്നെ പെഡ്രീനൊക്കെ മറികടന്നിട്ട് ആൾ പോവാണ്. ആൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വിനിയുടെ റണ്ണ് പിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഒരു ബോൾ കൊടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അവിടെ കുബാർസിയുടെ ഇൻ്റർസെപ്ഷൻ, ഗെയിം റീഡിങ് അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർസെപ്ഷൻസ് ഒക്കെ നടത്തണം, അതും നല്ല ആക്യുറേറ്റ് ആയിട്ട് നടത്തണം. അവിടെ അത് ബ്യൂട്ടിഫുള്ളായിട്ട് ചങ്ങായി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് പെഡ്രി ആ ഹാഫിലിൻ്റെ അടുത്ത് നിന്ന് ഈ ലമീൻ യമാലിൻ്റെ റൈറ്റിലൂടെ റണ്ണ് പിക്ക് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ബോൾ അങ്ങനെ ഉയർത്തി കൊടുക്കുന്നു. ലമീൻ യമാൽ പിന്നെ ഫ്രാൻ ഗാർസിയുമായിട്ട് അവിടെ ഇങ്ങനെ ആ ബോക്സിൽ ആളിങ്ങനെ ഡാൻസ് ചെയ്യാണ്. ഡാൻസ് അങ്ങ് എടുക്കടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് എല്ലാവരും ബോക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ പെഡ്രി അവിടെ ലേറ്റ് ആയിട്ടുള്ള ഒരു അറൈവൽ നടത്തുകയാണ് ബോക്സിൻ്റെ പുറത്തേക്ക്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല. അത് ഒരു മിഡ്ഫീൽഡർ, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പണിയാണ് സത്യം പറഞ്ഞാൽ. അതവിടെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പെഡ്രി ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ ഒരു ടച്ച് പോലും അവിടെ പെഡ്രിക്ക് എടുക്കേണ്ടി വന്നില്ല. പെഡ്രിയുടെ ബാങ്ങർ നമ്മൾ കാണാം ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന്, എഡ്ജ് ഓഫ് ദ ബോക്സ് എന്ന്. വാട്ട് എ സ്ട്രൈക്ക് മാൻ! അങ്ങനെ കാനറി ഐലൻഡുകാരൻ ബാഴ്സലോണയുടെ കുപ്പായത്തിൽ എൽ ക്ലാസിക്കോയിൽ കോപ്പയുടെ ഫൈനലിൽ ബാഴ്സലോണയ്ക്ക് ലീഡ് നേടിക്കൊടുക്കുകയാണ് വിത്ത് എ ബാങ്ങ. ഒരു പെഡ്രി പോർട്ടോ ബാങ്ങ. കോർട്ടുവ വേൾഡ് ക്ലാസ് ആണ് നമുക്കറിയാം, ചാടി നോക്കി ഒരു രക്ഷയില്ല. ഗ്രേറ്റ് സ്ട്രൈക്ക്. ബാഴ്സലോണ ഡിസേർവിംഗ് ആയിട്ട് ലീഡ് എടുക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന ചോമേനിയുടെ ഒരു നാസ്റ്റി ചാലഞ്ച്, പുറകിൽ നിന്ന് വന്നിട്ടുള്ള ചാലഞ്ച്. ഓൾമോയെ ശരിക്കും ഒരു ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾമോക്കും കാര്യം വേണ്ടി കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഫിസിക്കലാകുന്നുണ്ടായിരുന്നു. ഫിസിക്കലായി കഴിഞ്ഞാൽ ഓൾമോക്ക് അങ്ങനെ കളിക്കാൻ പറ്റില്ല. പുറകിൽ നിന്നുള്ള ചാലഞ്ചാണ്. അത് യെല്ലോ കൊടുത്തു, പക്ഷേ അതൊരു നാസ്റ്റി ചാലഞ്ചാണ്. ഒരു ഓറഞ്ച് കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു ചാലഞ്ചാണ്. പിന്നെ നമ്മൾ ജൂഡിൻ്റെ ഡ്രിബ്ലിംഗ് നമ്മൾ കാണുന്നു. അവിടെ നല്ല രീതിയിൽ ജൂഡ് ആ ഒരു ബിൽഡപ്പ് തുടങ്ങുകയാണ് റയലിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ബോൾ ലെഫ്റ്റിലേക്ക് നീക്കി ലെഫ്റ്റിൽ നിന്നുള്ള ക്രോസ് ബാഴ്സലോണ ക്ലിയർ ചെയ്യുന്നു. പക്ഷേ അഗെയിൻ അത് റയൽ മാഡ്രിഡ് പ്ലേയിലേക്ക് എത്തുമ്പോൾ അത് ജൂഡിനെ പിക്ക് ചെയ്യാണ് ബോക്സിലുള്ള. പക്ഷേ ജൂഡ് അവിടെ ഓഫ് സൈഡ് ആയിരുന്നു. ജൂഡ് ഫിനിഷ് ചെയ്തു, പക്ഷേ ജൂഡ് ഓഫ് സൈഡ് ആയിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ജെറാർഡ് മാർട്ടിൻ്റെ ചൊമേനിക്ക് നേരെ നടത്തിയിട്ടുള്ള ചാലഞ്ച്, അത് യെല്ലോ കാർഡ് ഉയർത്തിയായിട്ടുള്ള ചാലഞ്ച് തന്നെയാണ്, അത് കൊടുക്കുന്നു. പിന്നെ ഈ ഫ്രാൻ ഗാർസിക്ക് എത്ര സ്ലോപ്പിയാണ് പൊസിഷനിൽ എന്നുള്ളത് കാണിക്കുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് 40ാമത്തെ മിനിറ്റിൽ കാണാൻ പറ്റുന്നതായിരുന്നു. റയൽ മാഡ്രിഡ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെ ലമീൻ യമാൽ പ്രസ് ചെയ്യുന്നുണ്ട് ഫ്രാൻ ഗാർസിയ വിനിക്ക് പാസ് കൊടുത്താണ്, നേരെ ത്രോയിനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രാനൊന്നും റയലിൻ്റെ ക്വാളിറ്റിയുള്ളൊരു പ്ലെയർ അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. അങ്ങനെ അത് കഴിയുന്നു. പിന്നെ ഒരു കോർണർ, ബാഴ്സലോണയുടെ കോർണർ, അഗെയിൻ ഒരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻ്റ് ഉണ്ട് അവിടെ. ആ കോർണർ ആരാണ്? ഡാനി ഓൾമോയാണ് എടുത്തത്, റഫീനിയാണ് എടുത്തത്. എന്തായാലും ആ സംഭവം കോർണർ നേരെ പോസ്റ്റിൽ വന്നടിക്കുന്നു, ഫാർ പോസ്റ്റിൽ തട്ടിയിട്ടാണ് പോയത്. അത് ഫെറാനിൽ തട്ടിയോ എന്നുള്ളൊരു സംശയം ഇനീഷ്യലി ഉണ്ടായിരുന്നു. ഇല്ല, പക്ഷെ അവിടെ കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ കുബാർസി അത് ഇങ്ങനെ എത്തിപ്പിടിച്ച് അതിലേക്ക് കോൺടാക്റ്റ് നടത്താൻ ശ്രമിക്കുന്നില്ല. അവിടെ കുബാർസിൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് നമ്മുടെ സെബയോസ്. പക്ഷെ അവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മറ്റൊരു സംഭവം കൂടി കാണാൻ പറ്റും. ഈ കുബാർസിയും സെബയോസിൻ്റെ ഷർട്ട് പിടിക്കുന്നുണ്ട്. ആണ് അത് ഒരു രണ്ട് പേരും അത്തരത്തിലുള്ള കോൺടാക്റ്റ് നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര നല്ല പുള്ളാണ് സത്യം പറഞ്ഞാൽ സെബയോസ് നടത്തിയിട്ടുള്ളത്. പെനാൽറ്റി അത്തരത്തിലുള്ള കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പക്ഷേ ഈ കുബാർസി കൂടി സെബയോസിൻ്റെ ഷർട്ട് പിടിച്ചതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത് വേണമെങ്കിൽ പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല കാര്യം. അപ്പോൾ എന്തായാലും അവിടെ ആ മൊമെൻറ്റ് കഴിയുന്നു. പിന്നെ ഈ സെബയോസ് ആ ഒരു ത്രോയിൻ്റെ ഏരിയയിൽ ലമീനുമായിട്ടുള്ള കണ്ണിൽ കൈയിടൽ സംഭവം നമ്മൾ കാണുന്നു. അങ്ങനെ ലമീൻ വീണു. അത് മാക്സിമം അതിൻ്റെ സംഭവം ചെയ്യാൻ ലമീൻ ശ്രമിക്കും. അങ്ങനെ വീഴേണ്ട തരത്തിലുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ കണ്ണിൽ കൈയിട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അതിൽ കാർഡൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ്, ഒരു പെനാൽറ്റി റയൽ മാഡ്രിഡ് കിട്ടിയെന്നാണ് റയൽ മാഡ്രിഡ് ആരാധകർ കരുതി. പക്ഷേ ഉടനെ തന്നെ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത് അഗെയിൻ ഈ ഹൈലൈനെ ബ്രീച്ചിങ് തരത്തിലുള്ള ബോൾ കൊടുക്കുന്നത്, റിലീസ് ചെയ്യുന്നത് ജൂഡ് ബെല്ലിങ്ങാമാണ്, വേറെ ആരുമല്ല. ഞാൻ പറഞ്ഞു, ജൂഡായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളുടെയും ഹാർട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വിനി ജൂനിയർ റിലീസ് ചെയ്യുന്നു. വിനി ജൂനിയറിൻ്റെ ബോക്സിലേക്ക് എത്തിയപ്പോഴുള്ള ടച്ച് ഇത്തിരി ഹെവിയാണ്. പക്ഷേ ഇനീഗോ മാർട്ടിനസ് വന്നിട്ട് അദ്ദേഹത്തെ ക്ലീൻ ചെയ്യുന്നു. അത് ഫൗളാണത്. ഓഫ് സൈഡ് അല്ലായിരുന്നെങ്കിൽ ഫൗളായിപ്പോയനെ ഇനീഗോ മാർട്ടിനസ് അവിടെ പെനാൽറ്റി കൺസിഡർ ചെയ്തേനെ. പക്ഷേ അവിടെ രക്ഷപ്പെട്ടു പോകുന്നു. ഓഫ് സൈഡ് ആയിരുന്നു, സ്ലൈറ്റ്ലി ഓഫ് സൈഡ് ആയിരുന്നു. അവിടെ വിനി ജൂനിയർ ആ ഹൈലൈൻ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 9 അറ്റംപ്റ്റാണ് ബാഴ്സലോണ നടത്തിയത്, 4 ടാർഗറ്റ് അടിക്കുന്നത്. റയൽ മാഡ്രിഡ് എത്ര അറ്റംപ്റ്റുകൾ നടത്തി? 1. അത് ടാർഗറ്റിൽ പഠിക്കാൻ സാധിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ ബാഴ്സലോണ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് ഒന്നും ചെയ്തിട്ടില്ല. ബാഴ്സലോണയുടെ കൗണ്ടർ പ്രസ്, അവരുടെ പ്രസ്സിങ് എല്ലാം മികച്ചതായിരുന്നു. ഡിസിഷൻ മേക്കിങ്ങിലുള്ള ചില പ്രശ്നങ്ങൾ ആ ഒരു ഫൈനൽ തേർഡിൽ ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഓവറോൾ കൺട്രോൾഡ് പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങും. സെക്കൻഡ് ഹാഫിൽ ഒബ്വിയസ്ലി കാർലോ അഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ടാകും, ഇത് ഇങ്ങനെ പോയാൽ പോരാ,
1-0 പുറകിലാണ്, റിയാക്ഷൻ വേണമെന്നുള്ളത്. റിയാക്ഷൻ നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു. റയൽ മാഡ്രിഡ് സെക്കൻഡ് ഹാഫിൽ 12 അറ്റംപ്റ്റുകൾ നടത്തി, അതിൽ 7 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു, 2 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണ 9 അറ്റംപ്റ്റുകളെ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, 4 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. 49ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാം ബോൾ വിൻ ചെയ്യുന്നു. ബോൾ വിൻ ചെയ്തിട്ട് പെഡ്രിയെ മറികടന്ന് പോകുന്നു. എന്നിട്ട് വിനി ജൂനിയർക്ക് പാസ് കൊടുക്കുകയാണ്, റൈറ്റിലൂടെ ആണെന്നുള്ള വിനി ജൂനിയർക്ക്. വിനി ജൂനിയറുടെ ഫസ്റ്റ് ടച്ച് അത്ര നല്ലതായിരുന്നില്ല, കുറച്ചുകൂടെ വൈഡായിട്ട് പോയി ആൾ. ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വൈഡായിട്ട് പോയി. എന്നിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു, പക്ഷേ സ്റ്റിൽ ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. റൈറ്റ് ഫുട്ട് കൊണ്ട് ഷെസ്നി സേവ് ചെയ്യുന്നു. റീബൗണ്ട് അഗൈൻ വിനി ജൂനിയറിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു ടൈറ്റ് ആംഗിളാണ്, ആ ബൈലിൻ്റെ അടുത്ത് നിന്ന് ആൾ വീണ്ടും ഷോട്ട് അൺലീഷ് ചെയ്യുന്നു, അതും ഷെസ്നി സേവ് ചെയ്യുന്നു. നല്ല ഡബിൾ സേവാണ് നമുക്കവിടെ ഷെസ്നിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ജൂഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഹാഡ് എ ഗ്രേറ്റ് ഗെയിം, ഫാൻറ്റാസ്റ്റിക് ഗെയിമാണ്. അതായത് കുറച്ച് റെസ്റ്റ് കിട്ടിയല്ലോ കഴിഞ്ഞ മത്സരത്തിൽ, അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ആളുടെ ഗെയിമിൽ, ആളുടെ ഒരു അഗ്രഷനിൽ, ആ ഒരു ഫിസിക്കാലിറ്റിയിൽ. അപ്പം ഈവൻ ആളുടെ ടെക്നിക്കൽ എബിലിറ്റിയും ഈ മത്സരത്തിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ആൾ പിന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു. പിന്നെ എംബാപ്പയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹാഫ് ടൈമിൽ തന്നെ. റോഡ്രിഗോ പിൻവലിക്കുന്നു. റോഡ്രിഗോക്ക് ഒരു ഇമ്പാക്റ്റും മത്സരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. എംബാപ്പെ വന്നിട്ട് ആൾ എന്തോ തെളിയിക്കാനുള്ള രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എംബാപ്പയുടെ ഒരു ചാൻസ് നമ്മൾ കാണുന്നു. ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നത് അഗെയിൻ മിസ്റ്റർ ജൂഡ് ബെല്ലിംഗാമാണ്. ഏരിയൽ ഡ്യുവലും അവിടെ ജൂഡ് ബെല്ലിംഗാമാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സീക്വൻസിൽ. അങ്ങനെ എംബാപ്പെ കുബാർസിക്ക് ഇത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പക്ഷേ കുബാർസി അവിടെ തന്നെ അതിന് കൂടുതൽ നിൽക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്ന സാഹചര്യത്തിൽ, ട്വിസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ. പക്ഷേ സ്റ്റിൽ ഇതിനൊരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു ബോക്സിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അത് ഷെസ്നി സേവ് ചെയ്യുന്നു. പിന്നെ കാർലോ അഞ്ചലോട്ടി ബ്രേവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു. വാസുവണ്ണനെ പറഞ്ഞേക്കുന്നു, സെബയോസിനെ പറഞ്ഞേക്കുന്നു. സെബയോസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ലുക്കിറ്റെയും ഗുലേറിനെയും കൊണ്ടുവരുന്നു. അപ്പോൾ അതൊരു അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ചേഞ്ചാണ് വരുന്നത്. പക്ഷേ ഫെഡെ റൈറ്റ് ബാക്കായിട്ട് മാറേണ്ട സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഓൾമോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റൈറ്റ് ചോയ്സ് ഓഫ് പാസ് എടുക്കാനായിട്ട്. അതിൽ പിന്നെ ഫെറാൻ ടോറസിൻ്റെ ഹോൾഡ് അപ്പ് പ്ലേ മികച്ചതായിരുന്നു. എന്നിട്ട് ഓൾമോയിലേക്ക് ബോൾ എത്തുമ്പോൾ തൻ്റെ ലെഫ്റ്റിലൂടെ റൺ നടത്തുന്നുണ്ട് ഒരു പ്ലെയർ, റൈറ്റിലൂടെ റൺ നടത്തുന്നുണ്ട് ലമീനും റഫീനയും. ലമീന് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് ഓഫ് പാസ്. പക്ഷേ സ്റ്റിൽ റഫീനെ കൊടുക്കുന്നു. റഫീനയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അദ്ദേഹം ഡ്രാഗ് ചെയ്ത് കളയുന്നു. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം ഒരു 2-0 ലീഡ് എടുക്കാനായിട്ട്. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡ് നല്ല രീതിയിൽ കളിക്കുകയാണ്. റയൽ മാഡ്രിഡ് പിന്നെ ഈ ബാഴ്സലോണ പ്ലേയേഴ്സിൻ്റെ ഫറ്റീഗ് ക്രീപ്പിംഗ് ചെയ്യുന്നു. റയൽ മാഡ്രിഡാണ് പിന്നെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നത്, ഡ്യൂലുകൾ വിൻ ചെയ്യുന്നത്. അവരുടെ ഫിസിക്കാലിറ്റി അവർ ഇമ്പോസ് ചെയ്യുന്നു. അവർ കുറച്ചുകൂടെ ഹയർ അപ്പ് ദ പിച്ച് പ്രസ് ചെയ്യുന്നു. അത് ബാഴ്സലോണയ്ക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നു. ബാഴ്സലോണയുടെ കൗണ്ടർ പ്രസ്സിനെ പിന്നെ റയൽ മാഡ്രിഡ് അവരുടെ പ്രസ്സിലൂടെ മറികടക്കുന്നു. അതിൽ ജൂഡ് ബെല്ലിംഗാം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഫെഡെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ കൂണ്ടയുടെ ഒരു സെൻസേഷണൽ ബ്ലോക്ക് നമ്മൾ കാണണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിന് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാണ് റയൽ മാഡ്രിഡ്. ഗുലിയർക്ക് പാസ് കൊടുക്കുന്നു. ഗുലിയർ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഡ്രൈവ് ചെയ്ത് പോയിട്ട് ജൂഡ് ഹാഫിലിൻ്റെ അടുത്ത് എടുക്കുന്നത്, ജൂഡിനെ പിക്ക് ചെയ്യുമ്പോൾ ജൂഡിനെ കയറി വന്നിട്ട് ഇനീഗോ വാക്ക് ചെയ്യുന്നുണ്ട്. അത് നല്ല ഫൗളാണ്. അപ്പോൾ അവിടെ ഇനീഗോയും വീണെടുക്കുന്നുണ്ട്, ജൂഡും വീണെടുക്കുന്നുണ്ട്. അങ്ങനെ ഡിഫൻസിന് പുറകിലൂടെ റൈറ്റ് സൈഡിലുള്ള എംബാപ്പയുടെ റണ്ണ് പിക്ക് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ബോൾ കൊടുക്കുന്നു, ബ്യൂട്ടിഫുൾ റൺ അവിടെ നടത്തുന്നു. എംബാപ്പ എന്തെന്ന് വെച്ചാൽ വിനിക്ക് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. വിനിയുടെ ടച്ച് അവിടെ മികച്ചാണ്. അവിടെ കൂണ്ടെ ഇനീഷ്യലി ബീറ്റ് ചെയ്യുന്നു. പക്ഷേ ബോക്സിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഈവൻ ജെറാർഡ് മാർട്ടിനെയും ഇരുത്തിയിട്ടുണ്ട് നിലത്ത്. എന്നിട്ട് വിനി ഷോട്ടിന് പകരം അവിടെ ഫെഡെ പിക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവിടെയാണ് കൂണ്ടെ ആ റിക്കവറി ടാക്കിൾ, ഗ്രേറ്റ് ടാക്കിൾ അവിടെ നടത്തുന്നത്. ഗ്രേറ്റ് ഇൻ്റർസെപ്ഷനാണ്, ഗ്രേറ്റ് ബ്ലോക്കാണ് അവിടെ. അത് നമ്മൾ കാണുന്നു. പിന്നെ ഇനീഗോ മാർട്ടിനസിൻ്റെ ഒരു ചാലഞ്ച്, എംബാപ്പയിൽ നടത്തിയുള്ള ചാലഞ്ച് ഒരു നല്ലൊരു ചാലഞ്ചായിരുന്നു. പിന്നെ ലുക്കീറ്റ പെഡ്രി എടുത്ത് ബോൾ വിൻ ചെയ്യണം. ലുക്കീറ്റ പെഡ്രി എടുത്ത് ബോൾ വിൻ ചെയ്തിട്ട് അത് വിനി ജൂനിയർ കിട്ടിയപ്പോൾ വിനി ജൂനിയറിന് ഒരു നല്ലൊരു അവസരമായിരുന്നു കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔട്ട് സൈഡ് ബോക്സിനുള്ള ഷോട്ട് വൈൽഡ് അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ അഗെയിൻ അവിടെ പെഡ്രി ഇത്തിരി സ്ലോപ്പി ആകുന്നുണ്ടായിരുന്നു. ആ ഒരു ഫറ്റീഗ് ക്രീപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടയേർഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. 60ാമത്തെ മിനിറ്റിൽ അഗെയിൻ റഫീനയ്ക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂണ്ടയുടെ ലോങ് ബോൾ ഓൾമോയുടെ റണ്ണ് ഫാന്റാസ്റ്റിക് ആണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക് ഹീൽ ബ്യൂട്ടിഫുൾ ആണ്. അത് ഫെറാൻ തൻ്റെ ലെഫ്റ്റ് റൺ ചെയ്തില്ല. റഫീനെ പിക്ക് ചെയ്യുന്നു. റഫീനെ ഷോട്ട് വീണ്ടും ഡ്രാഗ് ചെയ്യുന്നു. അഗെയിൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ബാഴ്സലോണ ആരാധകർ വിചാരിക്കുന്നത് പണ്ടാറുടെ കാലമായിട്ട് ഈ ചാൻസുകളൊക്കെ മിസ്സാക്കി ഇതൊക്കെ പണി കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പണി കിട്ടിയവർക്ക് ഇതിനിടയിൽ ഫെർമീൻ വരികയാണ്. ഓൾമോയെ പിൻവലിക്കുന്നു. കുറച്ചുകൂടി എന്താണ് റണ്ണിങ് എബിലിറ്റി വേണം എന്നുള്ളത് കരുതിക്കൊണ്ട് തന്നെയാണ് ഫെർമീനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഫെറാൻ ഇതിനിടയിൽ റുഡിഗറിനെ പുഷ് ചെയ്യുന്നു. റുഡിഗർ ഫെറാനെ പുഷ് ചെയ്തതിനാണ് ഫെറാൻ പോയിട്ട് റുഡിഗറിനെ പുഷ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്. 68ാമത്തെ മിനിറ്റിൽ ഫ്രങ്കി എംബാപ്പയെ ഫൗൾ ചെയ്യുന്നു. ആ ഫ്രീ കിക്കിൽ നിന്നാണ് റയൽ മാഡ്രിഡ് ഈക്വലൈസ് ചെയ്യുന്നത്.
ഫ്രങ്കി ആ ഒരു അവസരത്തിൽ ടീമിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഫൗളാണ്, പക്ഷേ സ്റ്റിൽ അതൊരു ഗോളായി മാറി. മൊത്തത്തിൽ ഫ്രങ്കിയുടെ പെർഫോമൻസ് വളരെ അണ്ടർറേറ്റഡ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ. നോ നോൺസെൻസ് പെർഫോമൻസ് ആണ് ഫ്രങ്കി ഡിയോങ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും അവിടെ ചങ്ങായി ആ ഫൗൾ കമ്മിറ്റിയാണ് വളരെ ഡേഞ്ചറസ് പൊസിഷനിൽ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, അതിൽ പെഡ്രിയുടെ അടുത്തുനിന്ന് ബോൾ വിൻ ചെയ്യുന്നത് ജൂഡ് ബെല്ലിംഗാമാണ്. അപ്പോൾ പെഡ്രി അവിടെ കൺട്രോൾ ചെയ്യുന്നു, സമയമുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ റിലീസ് ചെയ്യാൻ. പക്ഷേ അപ്പോഴേക്കും ജൂഡ് ബെല്ലിംഗാം വന്നിട്ട് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യാണ്. ഗ്രേറ്റ് ഇൻ്റർസെപ്ഷൻ. അവിടെ യൂഷ്വലി നമ്മൾ പെഡ്രിയുടെ ഭാഗത്ത് നിന്ന് കാണുന്ന തരത്തിൽ ആ പ്രസ് റെസിസ്റ്റൻസ് കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ പ്രസ് റെസിസ്റ്റൻ്റ് ആകാൻ ജൂഡ് സമ്മതിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അത് വിനിയുടെ കാലം വന്ന് എംബാപ്പെ എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഇനീഗോ മാർട്ടിനസൊക്കെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട് അവിടെ. ഇനീഗോ മാർട്ടിനസൊക്കെ മറികടന്നിട്ട് എംബാപ്പെ പോകുന്നു. പക്ഷെ അവിടെ ഫ്രങ്കി തീരുമാനിച്ചു ഇത് വിട്ടാൽ പണിയാവും എന്നുള്ളത്. ആൾ എഡ്ജ് ഓഫ് ദ ബോക്സിൽ ആളെ പിടിച്ച് വീഴ്ത്തുന്നു. ബ്ലേറ്റൻ ഫൗളാണ്. അത് റെഡ് കാർഡ് കൊടുക്കേണ്ട സാധനമാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അല്ല, കാരണം വെച്ചാൽ അവിടെ കവറിങ് പ്ലേയേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. അപ്പോൾ അങ്ങനെ അത് ഒരു ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കവറിംഗ് ഡിഫൻഡേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ അഗെയിൻ അതൊരു ക്ലിയർ റെഡ് കാർഡ് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ കവറിംഗ് ഡിഫൻഡേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. എംബാപ്പയുടെ എബിലിറ്റി വെച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഗോൾ അടിച്ചാൽ അത് വേറെ കാര്യം. പക്ഷേ അത് റെഫറിക്ക് യെല്ലോ കാർഡേ മാക്സിമം അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ആ യെല്ലോ കാർഡ് കൊടുക്കുന്നു. എംബാപ്പെ തൻ്റെ കരിയറിലെ ആദ്യത്തെ ഫ്രീ കിക്ക് ഗോൾ അടിക്കുകയാണ്. അവിടെ വോള് കാര്യമായിട്ട് പണിയെടുത്തില്ല, പോസ്റ്റിൽ തട്ടിയിട്ടാണ് അത് വല്ലേക്ക് പോകുന്നത്. നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എംബാപ്പെ റയൽ മാഡ്രിഡ് മത്സരത്തിലേക്ക്. ആ ഒരു കാമ നടത്തിയിട്ടാണ് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്രിസ്ത്യാനോ റൊണാൾഡോ പണ്ട് ചെയ്തിട്ടുള്ള രീതിയിൽ. പക്ഷേ ആൾ വിചാരിച്ചിട്ടുണ്ടാവില്ല തൻ്റെ ആദ്യത്തെ ഫ്രീ കിക്ക് ഗോൾ അത് ഒരു പരാജയത്തിലാണ് അവസാനിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇതുവരെ ഒരു ക്ലാസിക്കോ എംബാപ്പയ്ക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെ റയൽ മാഡ്രിഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. റയൽ മാഡ്രിഡാണ് അപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, അവർ ടോപ്പിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ എന്താണ് റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്ന നമ്മൾ കണ്ടു. അതായത് 77ാമത്തെ മിനിറ്റിലാണ്. അതിന് മുമ്പ് എന്താണ് കുബാർസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻ്റർസെപ്ഷൻ നടത്തി നമ്മൾ കാണാൻ സാധിച്ചു. അതിൽ അഗെയിൻ റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഇമ്പോർട്ടൻസ്. ആൾ ആ റയലിൻ്റെ ഏരിയയിൽ ലമീൻ്റെ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ എംബാപ്പയുമായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം ആൾ നല്ല രീതിയിൽ റിലീസ് ചെയ്യണം എംബാപ്പയെ. അതുകൊണ്ട് വിനി ജൂനിയർ കൊടുക്കുന്നു. വിനി ജൂനിയർ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ട് ബോക്സിലേക്ക് എത്തിയിട്ട് ആ കട്ട് ബാക്ക് കൊടുത്തത്, എംബാപ്പെ കൊടുത്തുള്ള കട്ട് ബാക്ക്, അവിടെ ഈവൻ ഇനിഗോ മാർട്ടിൻസിനൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിനി ജൂനിയർ ആ ഒരു ഫ്ലാങ്കിൽ. പക്ഷേ ആ കട്ട് ബാക്ക് കൊടുത്തപ്പോൾ കുബാർസിയുടെ ഇൻ്റർസെപ്ഷൻ വളരെ ക്രൂഷ്യൽ ഇൻ്റർസെപ്ഷനായിരുന്നു. അങ്ങനെ കുബാർസി എത്ര ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഈ മത്സരം നടത്തിയിട്ടുണ്ട്, ഈ സീസണിൽ നടത്തിയിട്ടുണ്ട്. 18-കാരനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഹാൻസി ഫ്ലിക്കിന് തോന്നി സംഭവം അത്ര ശരിയല്ല, ചേഞ്ചസ് വരുത്തണം. അങ്ങനെ അരൂഹോയും ഗാവിയും അവിടെ ഇങ്ങനെ വരാനായിട്ടിരിക്കുകയാണ്, ഗ്രൗണ്ടിലേക്ക് നിൽക്കുകയാണ്, ഇരിക്കുകയല്ല. അപ്പോൾ ഇതിനിടയിൽ കോർണർ ലഭിക്കുന്നു. നല്ല രീതിയിൽ കോർണറുകൾ റയൽ മാഡ്രിഡ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് ടോപ്പിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പെഡ്രിക്ക് മറ്റൊരു കോർണർ കൂടി സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഗുലേറിൻ്റെ ബോൾ ബോക്സിലേക്ക് വരുന്നു. അവിടെ ചൊമേനി ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. ഏരിയയിൽ സൂപ്പർവാണ് ചൊമേനി എന്നുള്ള കാര്യം ഓർക്കണം. അവിടെ കൂണ്ടേയും ചാടി നോക്കി, നോ രക്ഷ. അത് ഷെസ്നിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഫാൻറ്റാസ്റ്റിക് ഹെഡർ. റയൽ മാഡ്രിഡ് കംബാക്ക് നടത്തിയിരിക്കുകയാണ്, റെമോണ്ടാണ് നടത്തിയിരിക്കുകയാണ്. 2-1 മത്സരം മാറ്റിയിരിക്കുകയാണ് 77ാമത്തെ മിനിറ്റിൽ. അപ്പോൾ അവരുടെ ഒരു സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ്, അവരുടെ ചേഞ്ചസ്, കാർലോ ആൻചെലോട്ടിയുടെ ചേഞ്ചസ് എല്ലാം വർക്ക് ആകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ്. ഹാൻസി ഫ്ലിക്ക് ആ ചേഞ്ചസ് വരുത്തുന്നില്ല, ആളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ലമീൻ യമാൽ എന്ന് പറയുന്ന 17-കാരൻ തീരുമാനിക്കുകയാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ ഞാൻ തന്നെ അങ്ങോട്ട് സെറ്റാക്കാമെന്നുള്ളത്. കാരണം മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഗോളുകൾ എത്ര വേണമെങ്കിലും അടിക്കാം, പക്ഷേ നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല ഈ സീസണിൽ എന്നുള്ളത്. ആ രീതിയിൽ തോൽപ്പിക്കാൻ പറ്റില്ല. ലമീൻ യമാൽ കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് കോർണറിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ അതായത് കോർണർ എന്ന് പറഞ്ഞാൽ കോർണറാകാനല്ല, വലയുടെ കോർണറിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. ചാടി നമ്മുടെ തിബോ കോർട്ടോ സേവ് ചെയ്യുന്നു, ഗ്രേറ്റ് സേവ് പുൾ ഓഫ് ചെയ്യുന്നു. പക്ഷേ അവിടെ കൊണ്ട് ഈ ബാഴ്സലോണ അവരുടെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഹാൻസി ഫ്ലിക്ക് ഇവരിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ളത്. മെൻറ്റാലിറ്റി, നെവർ ഗീവ് അപ്പ് മെൻറ്റാലിറ്റി. അതിനിപ്പോൾ എന്തായി കഴിഞ്ഞാലും. അങ്ങനെ ലമീൻ യമാൽ ഹാഫ് ലൈനിൻ്റെ അടുത്ത് നിന്ന് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലോങ് ബോൾ കൊടുക്കുന്നു. അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് വെയ്റ്റിലാണ് ആ ലോങ് ബോൾ കൊടുക്കുന്നത്. അതിലേക്കുള്ള ഫെറാൻ ടോറസിൻ്റെ റണ്ണ് എക്സ്ക്വിസിറ്റ് റണ്ണാണത്, ഫാൻറ്റാസ്റ്റിക് റണ്ണാണത്. അങ്ങനെ ആ റണ്ണ് നടത്തിയപ്പോൾ തിബോ കോർട്ടുവയുടെ കിളി പോയി. തിബോ കോർട്ടുവ നോമാൻസ് ലാൻഡിലേക്കാണ് വന്നു വീഴുന്നത്. അതായത് ആൾ കയറി വരികയും ചെയ്തു, പണ്ടടങ്ങാനായിട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ആ ബോക്സിൻ്റെ എഡ്ജിലേക്ക് കയറി വരുന്നു. റുഡിഗർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫെറാൻ ടോറസ് തിബോ കോർട്ടുവ കയറി വരുന്ന കാണുന്നു, അദ്ദേഹത്തെ റൗണ്ട് ചെയ്യുന്നു. എന്നിട്ട്
ആ എംറ്റി നെറ്റിലേക്ക് അത് ഉരുട്ടി വിടുകയാണ്. റുഡിഗർ ഓടി വന്ന് നോക്കി, നീളമുള്ള കാലുകൊണ്ടൊക്കെ ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കി, നോ രക്ഷ. അവിടെ ഫെറാൻ ടോറസ് എന്ന് പറയുന്ന ഷാർക്ക്, ആ ഷാർക്ക് അറ്റാക്ക് അവിടെ നേരിട്ടേണ്ടി വന്നു റയൽ മാഡ്രിഡിന്. അവിടെ ലമീൻ യമാലിൻ്റെ ആ ബോൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ടീമിൻ്റെ നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി, അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവുള്ളൂ. ഹാൻസി ഫ്ലിക്കിൻ്റെ ഫിലോസഫിയാണത്. അത് ചെന്നായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ചെറിയ പിള്ളേർക്ക് നമ്മൾ കോച്ച് ചെയ്യുമ്പോഴും ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവം ഇതാണ്: ഗിവ് അപ്പ് ചെയ്യരുത്, തല താഴ്ത്തരുത്. ചിലപ്പോൾ തോൽക്കുമായിരിക്കും, കളിയാകുമ്പോൾ ജയിക്കും തോൽക്കും, അത് സ്വാഭാവികമാണല്ലോ, ഏതെങ്കിലും ഒരു ടീം തോറ്റല്ലേ പറ്റുള്ളൂ. പക്ഷേ ഓൾറെഡി കളി കഴിയുന്നതിന് മുമ്പേ തന്നെ തോറ്റു എന്ന രീതിയിൽ തല താഴ്ത്തി കളിക്കാൻ പാടില്ല. നെവർ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. അത് ഈവൻ റയൽ മാഡ്രിഡിൽ നമ്മൾ അനവധി തവണ കണ്ടിട്ടുള്ള സംഭവമാണ്. അവരുടെ മെൻറ്റാലിറ്റിയും ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഹാൻസി ഫ്ലിക്കിൻ്റെ ഈ ടീമിൻ്റെ മെൻറ്റാലിറ്റി, അത് ഈ ചെങ്ങായിയുടെ ആ ഒരു ഫിലോസഫി തന്നെയാണ്. അപ്പോൾ അങ്ങനെ 2-2 ആക്കുകയാണ്. എന്നിട്ടും ഡ്രാമ കഴിയുന്നുണ്ടോ? ഇല്ല. അതാണ് എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സീസ്, ഡ്രാമ, അൺലിമിറ്റഡ് ഡ്രാമ. ഇതിനിടയ്ക്ക് ചില ക്ലാസിക്കുകളൊക്കെ വളരെ ദുരന്തം ക്ലാസിക്കുകളായിരുന്നു. പക്ഷേ വീണ്ടും ആ ക്ലാസിക്കോൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഹാൻസി ഫ്ലിക്ക് തീരുമാനിക്കുന്നതൊക്കെ ചേഞ്ചസിനുള്ള സമയമാണ്. ഓക്കെ, ബ്രിങ് അരൂഹോ, ഗാവി. ജെറാർഡ് മാർട്ടിനെയും ഫ്രങ്കിനെയും മാറ്റുന്നു. ആര് ലെഫ്റ്റ് ബാക്ക് ആകുന്നു? ഇനീഗോ. കുബാർസി ആർ LCB ആകുന്നു. RCB ആയിട്ടാണ് അരൂഹോ കളിക്കുന്നത്. ഗാവിയുടെ ആ ഒരു ടെനാസിറ്റി, ആ ഒരു ഫ്രഷ്നെസ് ആവശ്യം. കാരണം വെച്ചാൽ ആ കൗണ്ടർ പ്രസ്സിൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ബാഴ്സലോണയുടെ. അപ്പോൾ ആ കൗണ്ടർ പ്രസ് തിരിച്ചു പിടിക്കണം, എനർജി തിരിച്ചു കാണിക്കണം. അതേപോലെ തന്നെ എംബാപ്പയുടെ പേസിനെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെയാണ് അരൂഹോനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ വിനിക്ക് പരിക്ക് പറ്റി, അതും റയലിനൊരു പ്രശ്നമായി പോയി. കാരണം ഈ എംബാപ്പയും വിനിയും കൂടിയുള്ള സാഹചര്യത്തിൽ അവർ ആ ഒരു ഡയമണ്ട് ഫോർമേഷനാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ജൂഡ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ജൂഡും അത്ര അധികം ക്രാഷ് ചെയ്ത് വരുന്നില്ല. പകരം ഈ 2 ഫോർവേഡുകളെ ഇങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ 2 പേരും വില്ലിങ് റണ്ണേഴ്സും ആയിരുന്നു. അപ്പോൾ വിനി പോയതോടിട്ട് ഒരു വില്ലിങ് റണ്ണർ പിന്നെ ബെഞ്ചിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു. ബ്രഹീമാണ് പകരം വന്നിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് എൻട്രിക്കിനെ ആ ഒരു അവസ്ഥയിൽ ഇറക്കിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. എൻട്രിക്കാണ് കോപ്പ ഡെൽ റേയിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്ട് റയൽ മാഡ്രിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലൊരു ക്ലാസിക്കോയുടെ ഫൈനലിൽ ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ബ്രഹീം വരുന്നു. ബ്രഹീം ലെഫ്റ്റിലാണ് കളിക്കുന്നത്. അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ബ്രഹീം അവിടെ കേട്ടോ, അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അതിന് ഡിസിഷൻ മേക്കിങ്ങിന് പോലും അത് പിന്നെ പണി കൊടുക്കുന്ന തരത്തിലായിരുന്നു അതിൻ്റെ ആ ഒരു പൊസിഷനിലുള്ള കളിപ്പിക്കൽ. അങ്ങനെ എന്താണ് 94-ാമത്തെ മിനിറ്റിൽ ഈ ഫെറാൻ ഇൻസിഡൻറ്റ് സംഭവിക്കുകയാണ്. റുഡിഗർ ഫെറാൻ ഇൻസിഡൻറ്റ്. അപ്പോൾ അതിൽ പിന്നെ ആ ഇൻസിഡൻറ്റ് മുമ്പ് മറ്റൊരു ഫൗൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലമീനെയാണോ ഫൗൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവിടെ ബാഴ്സലോണയുടെ അടുത്താണ് ബോൾ ഉണ്ടായിരുന്നത്. ഫെറാൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ബോൾ കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ബാലൻസ് ഇത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ. പക്ഷേ റുഡിഗർ കൃത്യമായിട്ടും ക്ലിപ്പ് ചെയ്യുന്നുണ്ട് ഫെറാൻ്റെ കാല്. ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട്, കുളത്തി വലിക്കാന്ന് പറയില്ലേ, ആ സംഭവം ചെയ്യുന്നുണ്ട്. ഫെറാൻ അവിടെ അപ്പീൽ ചെയ്യുന്നു. റഫറിയുടെ ഭാഗത്തൊന്നുമില്ല, വിയറിൻ്റെ ഭാഗത്തൊന്നുമില്ല. ആ മൊമെൻറ്റ് കഴിയുന്നു. പക്ഷേ അതിലൊരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിട്ടാണ് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അത് കഴിയുന്നു. പിന്നെ ആ ഇഞ്ചുറി ടൈമിൽ തന്നെ എത്ര 6 മിനിറ്റ് ഞാൻ ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഇഞ്ചുറി ടൈമിൽ തന്നെ റഫീഞ്ഞ ലെഫ്റ്റിൽ നിന്ന് ബോക്സിലേക്ക് കട്ടിൻ സൈഡ് വരുമ്പോൾ അസെൻസിയോ ഒരു ചാലഞ്ച് നടത്തുന്നു. റഫീഞ്ഞ വീഴുന്നു, റെഫറി പെനാൽറ്റി കൊടുക്കുന്നു. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ഡഗൗട്ടിൽ എല്ലാവരും വളരെ കൺവിൻസ്ഡ് ആയിരുന്നത് പെനാൽറ്റി അല്ല എന്നുള്ളത്. അസെൻസിയോ വളരെയധികം കൺവിൻസ്ഡ് ആയിരുന്നത് പെനാൽറ്റി അല്ല എന്നുള്ളത്. ആൾ റഫീനോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു. ഇത് തൊട്ട് മുമ്പത്തെ സംഭവം റെഫറി സ്ക്രീനിൽ പോയി നോക്കിയില്ല, ഇത് റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു. റഫീഞ്ഞ അവിടെ നല്ല രീതിയിൽ റെഫറീനെ കോൺ ചെയ്യാൻ ശ്രമിച്ചു, കബളിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ കോൺടാക്റ്റ് ഉള്ള പോലെയാണ് ചങ്ങായി അവിടെ ആ ഒരു ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ നമ്മളൊക്കെ വിചാരിച്ചത് പെനാൽറ്റി ആവുന്നതാണ്. പക്ഷേ റീവാച്ച് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ടും അവിടെ അസെൻസിയോ അവിടെ കാല് വെക്കാനായിട്ട് തന്നെയാണ് പിന്നെ കാല് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് റഫീനെ നേരത്തെ തന്നെ വീഴാൻ തീരുമാനിക്കുന്നു. അതൊരു ബ്ലേറ്റൻറ്റ് ഡൈവാണ്, അവിടെ കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ അത് റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു. ഒടുവിൽ ശരിയായിട്ടൊരു തീരുമാനം എടുക്കുന്നു. റഫീനയ്ക്ക് യെല്ലോ കാർഡ് കൊടുക്കുന്നു. റഫീനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് അസെൻസിയോ ചിലപ്പോൾ അവിടെ ഫൗൾ ചെയ്ത് തന്നെ. പക്ഷേ റഫീനയുടെ ഒരു ദിവസം ആയിരുന്നില്ല, മൊത്തത്തിൽ അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. പക്ഷെ അവിടെ റെഫറിനെ കോൺ ചെയ്യാൻ ശ്രമിക്കുന്നു, അത് വർക്കൗട്ട് ആകുന്നില്ല. റെഫറി അവിടെ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുന്നു. പക്ഷേ അത് തൊട്ട് മുമ്പത്തെ സംഭവം അത് ചെക്ക് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു, 2-2 എന്നുള്ള നിലയിൽ. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ ജൂഡിൻ്റെ ജൂഡിൻ്റെ ബാക്കിൽ അത് ചൊമേനി ബ്രഹീമിനെ പിക്ക് ചെയ്യുന്നു. ആ ഒരു ഹാഫിലിനടുത്താണ് ജൂഡിൻ്റെ ബാക്കിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ചൊമേനി ബ്രഹീമിനെ പിക്ക് ചെയ്യുന്നു. ബ്രഹീമിന് ലെഫ്റ്റിലൂടെയും റൈറ്റിലൂടെയും റണ്ണേഴ്സ് ഉണ്ട്. ബ്രഹീം സത്യം പറഞ്ഞാൽ റൈറ്റിലൂടെയുള്ള അർദ്ധ വില്ലറിന് റണ്ണ് കണ്ടിട്ട് പോലുമില്ല. അതാണ് ബെറ്റർ ഓപ്ഷൻ ഉണ്ടായിരുന്നത് അവിടെ. അതിന് പകരം ചെങ്ങായി ലെഫ്റ്റിലൂടെ ആണെങ്കിൽ എംബാപ്പെ കൊടുക്കുന്നു. എംബാപ്പയുടെ അടുത്ത് അവിടെ എംബാപ്പെ
പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു, കുബാർസി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, കുബാർസി അവിടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷേ അവിടെ ബെറ്റർ ചോയ്സ് ഓഫ് പാസ് റൈറ്റിലേക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബ്രഹീം അത് കണ്ടിട്ട് പോലില്ല. ഗുലേർ വിളിക്കുന്നൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ചാൻസ് ആയിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ 98ാമത്തെ മിനിറ്റിൽ പെഡ്രിനെ പിൻവലിക്കുന്നു, എരിക് ഗാർസിയെ കൊണ്ടുവരുന്നു. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരുന്നു. കാരണം പെഡ്രി പിന്നെ വയ്യാണ്ടായിരുന്നു, പെഡ്രിക്ക് പരിപാടി നടക്കുന്നില്ല. അപ്പോൾ അവിടെ എനർജി വേണം, ഫ്രഷ്നെസ് വേണം. അത് തന്നെയാണ് ഹാൻസ് ഫ്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 103ാമത്തെ മിനിറ്റിൽ റഫീന്യ ഫെറാനെ പിക്ക് ചെയ്യുന്നു. ബോക്സിൽ ലെഫ്റ്റ് സൈഡിലുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു. നല്ല റണ്ണാണ് അവിടെ ഫെറാൻ നടത്തില്ല. അതിൽ ബില്ലിംഗ് റണ്ണറാണല്ലോ ചങ്ങായി. അദ്ദേഹത്തിൻ്റെ ഷോട്ട് ജസ്റ്റ് വൈഡായിട്ട് പോയി, ഫാർ പോസ്റ്റിൽ ഇങ്ങനെ സൈഡ് കൂടെ ഇങ്ങനെ പോയി. അതൊരു ചാൻസ് ആയിരുന്നു. അങ്ങനെ എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ബാഴ്സലോണ ആരാധകർ വിചാരിക്കുന്നത് ഇനി അഥവാ പെനാൽറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരപ്പോൾ പെനാൽറ്റികൾ എടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡിന് ആകൂലേ. കാരണം റയൽ മാഡ്രിഡ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള മൊമെൻറ്റുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലോ, ഈ പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ. ഇത് പണി പാളുമോ, എക്സ്ട്രാ ടൈമിൽ തന്നെ ജയിക്കണം, അല്ലെങ്കിൽ പണി പാളാൻ സാധ്യത എന്നുള്ളത് ബാഴ്സലോണ ആരാധകരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫെറാൻ ഗോളടിച്ചു, പക്ഷെ അവിടെ കൃത്യമായിട്ടും ആൾ ഓഫ് സൈഡായിരുന്നു. ഓഫ് സൈഡാണത്, ഒന്നും പറയാനില്ല. പിന്നെ ഫെർമീന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫെർമീൻ്റെ അറ്റംപ്റ്റ് അദ്ദേഹം പിന്നെ ഷൂട്ട് ചെയ്തപ്പോൾ അത് ഗ്രൗണ്ടിൽ ബൗൺസ് ചെയ്തിട്ട് പോയി, അത് കോർട്ടിൻ്റെ മുകളിലൂടെ പോയി. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. പിന്നെയാണ് 116ാമത്തെ മിനിറ്റിൽ ആ വിന്നിങ് ഗോള് കൂണ്ടെ അടിക്കുന്ന നമ്മൾ കാണുന്നത്, കൂണ്ടെ ഹീറോ ആയിട്ട് മാറുന്ന നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ റഫീന്യ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസ് അഗെയിൻ അവിടെ മോശമായിരുന്നു. അതിൻ്റെ ക്രോസ് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിൽ പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ലൊരു പാസ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ റയൽ മാഡ്രിഡ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിലൊരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രോസ് കട്ടൗട്ട് ചെയ്യുന്നു റയൽ മാഡ്രിഡ്. അസെൻസിയോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൊമേനി ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ചൊമേനിയും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ റുഡിഗർ പോയപ്പോൾ ആളാണ് പിന്നെ ഡിഫൻഡർ ആയിട്ടുണ്ടായിരുന്നു. ചൊമേനിയുടെ ഓവറോൾ ഗെയിം വാസ് ഫാന്റാസ്റ്റിക്. മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ശരിയാണ്, നാസ്റ്റി ഫൗളൊക്കെ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആളുടെ ഓവറോൾ ഗെയിമും മികച്ചതായിരുന്നു. നല്ല രീതിയിൽ ഇൻ്റർസെപ്ഷൻ നടത്തി, നല്ല രീതിയിൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ത്രോയിലാണ് കലാശിക്കുന്നത്. അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു റഫീനയ്ക്ക് നല്ലൊരു പാസ് പിക്കാനായിട്ട്. പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിമിൽ ആ ഒരു എന്താ പറയുക സ്ലോപ്പിനെസ് ഉണ്ടായിരുന്നു ചോയ്സ് ഓഫ് പാസിങ്ങിലൊക്കെ, ഈവൻ ഷൂട്ട് ചെയ്യുന്നതിൽ. അങ്ങനെ ആ ത്രോയിന് എടുക്കുന്ന സമയത്ത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ബാഴ്സലോണ. ഫൗൾ ട്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ത്രോയിന് എടുക്കാൻ, ആ ത്രോയിനെടുത്ത് അത് റയൽ മാഡ്രിഡ് അവിടെ ബോൾ വിൻ ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡ് ആ ഏരിയയിലാണ് ബോൾ വിൻ ചെയ്യുന്നത്. ലുക്കിറ്റ് നല്ല രീതിയിൽ, ലുക്ക മോഡ്രിച്ച് നല്ല രീതിയിൽ കാലിട്ടിട്ട് അവിടെ ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം ആൾ ബ്രഹീമിന് പാസ് കൊടുത്താണ്. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് കൂണ്ടിനെ കാണാനേ പറ്റില്ല. ബ്രഹീമിന് കൊടുത്ത പാസ് അതവിടെ കുറച്ച് പുറകിലേക്കായിപ്പോയി. പക്ഷേ സ്റ്റിൽ അവിടെ ബ്രഹീം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമായിരുന്നു, അദ്ദേഹം ബോളിലേക്ക് വരണമായിരുന്നു. പകരം ആൾ ബോൾ തന്നിലേക്ക് വരുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു സ്ലിപ്പ് നടന്നിട്ടുണ്ട്. കൂണ്ടെ ബൗൺസ് ചെയ്യുന്നു, കൂണ്ടെ ബൗൺസ് ചെയ്ത് വരുന്നു. ഞാൻ പറഞ്ഞത് ആ ഒരു ബ്രേവറി ഈ ടീമിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഹാൻസി ഫ്ലിക്ക്. നിങ്ങൾ ഫുൾ ബാക്കാണോ സെൻറ്റർ ബാക്കാണോ വിഷയമല്ല, ബോൾ വിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ, അതായത് ഒരു പ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ബോൾ വിൻ ചെയ്തിട്ട് ഒപ്പോസിഷൻ ടീമിൻ്റെ ഏരിയയിൽ തന്നെ വിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരോ ആണോ ജമ്പ് ചെയ്തിരിക്കണം, വിൻ ചെയ്തിരിക്കണം, ട്രൈ ചെയ്തിരിക്കണം. അതാണ് അവിടെ കൂണ്ട് ചെയ്യുന്നത്. അതിന് ശേഷം ആൾ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നൊരു ഒരു സാധനം കണ്ട് അടിച്ചിക്കായിരുന്നു. വോട്ട് എ ഷോട്ട്! തീബോ കോർട്ടുവ ചാടി നോക്കി, നോ രക്ഷ, ഗ്രേറ്റ് ഗോൾ. പക്ഷേ അവിടെ ലുക്കിറ്റെ പോലെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാസ് കൊടുക്കണമായിരുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ സേഫർ ആയിട്ടുള്ളൊരു പാസ് എൻട്രിക്കിന് കൊടുക്കാമായിരുന്നു ലുക്കിറ്റേക്ക്. പക്ഷേ അവിടെ ബോൾ വിൻ ചെയ്യുന്നു. പൊടുന്നനെ ആൾ ആ ബ്രഹീമിലേക്കുള്ള പാസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ബ്രഹീമിൻ്റെ ജഡ്ജ്മെൻറ്റും മോശമായിരുന്നു, അത് ശരിയാണ്. പക്ഷേ ആ പാസ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൊടുക്കണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ലുക്കീറ്റൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ലുക്കീറ്റയുടെ ഒരു ചാലഞ്ചൊക്കെ ഉണ്ടായിരുന്നു, ഗാവിക്ക് മേലെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹൈ ഫുഡ് ചാലഞ്ച്. അതിനാൾ യെല്ലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളൊരു അഗ്രഷൻ കാഴ്ചവെച്ചിട്ടുണ്ട്. ആ 40 വയസ്സാകാൻ പോകുന്ന മനുഷ്യൻ അവിടെ നല്ല രീതിയിലൊരു അഗ്രഷൻ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം ഗാവിയുടെ ആ ഒരു സബ് അപ്പിയറൻസ് ഉണ്ടല്ലോ, അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ആണ്. മച്ച് നീഡഡ് എനർജി കൊണ്ടുവന്നു, ആ ടെനാസിറ്റി കൊണ്ടുവന്നു, ആ ഡ്രൈവിംഗ് എബിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡാണ് ബോളുകളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫറ്റീഗ് ക്രീപ്പിങ് ചെയ്യായിരുന്നു. അപ്പോൾ എനർജി ആവശ്യമായിരുന്നു. ആ എനർജി ഗാവി വന്നതിന് ശേഷം പിന്നെയും ബാഴ്സലോണ മിഡ്ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ പിന്നെ ഈ ഡ്രാമ തീരുന്നില്ലടോ. അത് ശരിക്കുള്ള കളിയുടെ ഡ്രാമയും തോന്നിയവാസ ഡ്രാമയും ഒന്നും തീരുന്നില്ല. അതായത് ഉടനെ തന്നെ റയൽ മാഡ്രിഡ് ഒരു പെനാൽറ്റി വിൻ ചെയ്തു എന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. അയ്യോ, അതായത് ടാൻ ഗാർസിയ ഡിഫൻസിന് പുറകിലൂടെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തുള്ള ബ്രഹീമിനെ പിക്ക് ചെയ്യുന്നു. ബ്രഹീം തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന എംബാപ്പയെ പിക്ക് ചെയ്യുന്നു. എംബാപ്പയുടെ ഗ്രേറ്റ് ഫീറ്റൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. എന്നിട്ട് ഷോട്ട് അൺലീഷ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പുറകിൽ നിന്നിട്ട് ഗാവി ചാലഞ്ച് നടന്നു. റെഫറി പെനാൽറ്റി കൊടുക്കുന്നു. പക്ഷേ ഉടനെ തന്നെ ആൾ ഓഫാണേ എന്ന് പറയുന്നു. അതോടുകൂടിയിട്ട് റയൽ മാഡ്രിഡ് ആരാധകർ വിചാരിച്ചത് കിട്ടി, അപ്പം തന്നെ പോയി. അപ്പോൾ അവിടെ ബ്രഹീം ഓഫായിരുന്നു. അവിടെ ആ ഒരു ബാസയുടെ ആ ഒരു ലൈൻ വർക്ക് ചെയ്യുന്നു. എന്താല്ലേ, അതിന് ചെറിയ ബ്രേവറി ഒന്നും പോരാ ആ ഒരു മൊമെൻറ്റിൽ അത്തരത്തിലൊരു ലൈനൊക്കെ കീപ്പ് ചെയ്യാനായിട്ട്. എന്താണിത്? അപ്പോൾ അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു.
പെനാൽറ്റി കിട്ടി തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു അവസരത്തിൽ നിന്ന് അത് പെനാൽറ്റി അല്ലാണ്ട് മാറുന്നു. ആ 118ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയുടെ ബ്രേവറി ആണെന്നുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ റൈറ്റ് ആയപ്പോൾ നമ്മൾ പറയുന്നു. പക്ഷേ വളരെ റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. ചില ടീമുകൾക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അവരുടെ മിഡ്ഫീൽഡ് ആ സോൺ 14 ചില സാഹചര്യങ്ങളിൽ മാർക്ക് ചെയ്യാത്ത അവസരങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഹൈലൈനെ ഒരു ഡീപ്പ് റണ്ണറെ വെച്ചിട്ട് ബ്രീച്ച് ചെയ്തിട്ടുള്ള സൈഡുകൾ നമ്മൾ ലാ ലീഗയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് കണ്ടറിയാം. പിന്നെ മാത്രമല്ല ഫറ്റീഗ് നന്നായിട്ട് ക്രീപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ബാൽഡെ അവർ പലപ്പോഴായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ലെവൻഡോസ്കിയുടെ എക്സ്പീരിയൻസും പ്രസൻസും അത് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫെറാൻ നല്ലൊരു പണി മത്സരത്തിൽ എടുത്തിട്ടുണ്ട്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോൾഡ് പ്ലേയും ചില സാധനങ്ങളൊക്കെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ലെവ തന്നെയാണ് അല്ലേ. കുറേ ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അത് ബാഴ്സലോണ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് 2 മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ടൈമിൽ. അതിലാണ് എംബാപ്പെ ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ എറിക് ഗാർസിയയുടെ മുഖത്തേക്ക് അടിക്കുന്നു. അത് ഷീൽഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഡ്രിബിൾ ചെയ്യുന്ന സാഹചര്യത്തിൽ. പക്ഷേ അത് മുഖത്ത് തട്ടി. അൺലക്കി ആയിരുന്നു. പക്ഷേ അത് ഫൗളാണ്. അൺലക്കിയാണ് എംബാപ്പെ എന്ന് പറയാം. പക്ഷേ അത് ടെക്നിക്കലി ഒരു ഫൗളാണ്. ആ ഫൗൾ വിളിച്ചതിനാണ് റുഡിഗറും വിനിയും വാസ്കസും ഒക്കെ അമ്മാതിരി തോന്നിയാസം കാണിച്ചത്. അതിൽ റുഡിഗറിൻ്റെ തോന്നിയാസമാണ് വല്ലാത്തൊരു തോന്നിയാസം. നല്ല ബാന് കിട്ടും. എന്തായാലും ആൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത്. അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ ആ ഒരു അവസരത്തിൽ ആർക്കൊക്കെ റെഡ് കിട്ടി? എനിക്കൊന്നും ജൂഡിന് കിട്ടി, റുഡിഗറിന് കിട്ടി. അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നു. ഫൈനൽ പരാജയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ വേദന ഉണ്ടാവും. ഈ വേദന റയൽ മാഡ്രിഡ് ഒരു ഊർജ്ജമാക്കി എടുക്കണം. കാരണം ഇതൊരു ഹ്യൂമിലിയേഷനാണ് സത്യം പറഞ്ഞാൽ. 3 ക്ലാസിക്കോകൾ പരാജയപ്പെടുക, അതിൽ 2 ഫൈനൽ, അതിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള നാണംകെടുത്തലുകൾ. അപ്പോൾ ഇതൊരു ഊർജ്ജമാക്കി എടുക്കണം റയൽ മാഡ്രിഡ്. അടുത്ത സീസണിൽ എന്തായാലും ഗംഭീരമായിട്ട് തിരിച്ചു. ഈ സീസണിലും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. ഒരു ക്ലാസിക് കൂടി ബാക്കിയുണ്ട്. ബാഴ്സലോണ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കണം. പക്ഷേ റയൽ മാഡ്രിഡ് എല്ലാ മത്സരങ്ങളും ജയിക്കണം. സെൽറ്റ വിഗോയ്ക്കുള്ളൊരു മത്സരമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ക്ലാസിക്കോ ഉള്ളത്. ബാഴ്സലോണയുടെ വയഡോയിഡിനെതിരെയാണ്. എന്തായാലും ബാഴ്സലോണ ജയിക്കും. സെൽറ്റിക്കെതിരെ റയൽ മാഡ്രിഡ് ജയിക്കാൻ പറ്റുന്നത് കണ്ടറിയാം. ജയിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസിക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസിക്കോയിൽ വേണമെങ്കിൽ മറുപടി കൊടുക്കാൻ പറ്റും ഈ റയൽ മാഡ്രിഡിന്. പക്ഷേ റയൽ മാഡ്രിഡ് വിചാരിക്കണം, റയൽ മാഡ്രിഡ് ഫുട്ബോൾ കളിക്കണം. കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി ഓൺ ദ പിച്ച് നടക്കുന്ന ഫുട്ബോളിലേക്ക് ആകണം. അങ്ങനെയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത സീസണിൽ റയൽ മാഡ്രിഡ് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നമുക്ക് ന്യൂട്രൽസുകൾക്ക്. എൽ ക്ലാസിക്കോകൾ വേറെ രീതിയിലായിരിക്കും അടുത്ത സീസണിൽ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു പെയിൻഫുൾ ഡിഫീറ്റാണ്. പക്ഷേ ഈ വേദന ഒരു ഊർജ്ജമാക്കി എടുക്കണം റയൽ മാഡ്രിഡ്. ബാഴ്സലോണ എന്താണ് ഇങ്ങനെ വേദന കൊടുക്കുക എന്നുള്ളത് ഒരു റുട്ടീനാക്കി മാറ്റിയെടുക്കാനായിരിക്കും അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അതിനവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. എന്തായാലും അവർ ഒരു സംഭവം എന്താണെന്നറിയോ, ബാഴ്സലോണ ഫാൻസിനോട് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് ഈ റയൽ മാഡ്രിഡ് സൈഡിൻ്റെ സ്ക്വാഡിൻ്റെ സീലിംഗ് വളരെ വലുതാണ്. അതായത് പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ, പുതിയ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചില്ലറ സൈനിങ്ങുകൾ കൂടി നടത്തി കഴിഞ്ഞാൽ, സൈനികൾ അത്യാവശ്യമാണ് ഡിഫൻസിലും അതേപോലെ തന്നെ അറ്റാക്കിങ്ങിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻസ് അവർക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ചില സൈനിങ്ങുകൾ നടത്തുന്നു. പിന്നെ അവിടെയുള്ള ഓൾറെഡി ഉള്ള പ്ലേയേഴ്സിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാൻ കൂടി പുതിയ കോച്ചിന് സാധിച്ചു കഴിഞ്ഞാൽ സ്കേരി പൊട്ടൻഷ്യലുള്ള, സ്കേരി സീലിംഗ് ഉള്ള ഒരു സൈഡ് തന്നെ റയൽ മാഡ്രിഡ്. മാത്രമല്ല അവർ തിരിച്ചു വരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഈവൻ ബാഴ്സലോണ ഫാൻസിന് അറിയുന്ന സംഭവം തന്നെയാണ്. ശക്തമായിട്ട് റയൽ മാഡ്രിഡ് തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ പോരാട്ടം കടുക്കും. പോരാട്ടം ന്യൂട്രൽസിനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിരിക്കും. തീപാറുന്ന പോരാട്ടങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റയൽ മാഡ്രിഡ് സംഭവിച്ചിട്ടുള്ള ഈ വേദന അവർ ഊർജ്ജമായിട്ട് തന്നെ എടുക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വിഷമമുള്ളത് ഡോൺ കാർലോ എന്ന് പറയുന്ന, ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന കാർലോ അഞ്ചലോട്ടി എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജർ അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്ന ഈ ഒരു അവസരത്തിൽ എന്താണ് ഒരു ട്രോഫിലെസ് സീസൺ ആകാനുള്ള സാധ്യതയാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള സംഭവങ്ങൾ, വാരിക്കൂട്ടിയെടുത്തുള്ള ട്രോഫികൾ, അതൊന്നും റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ മറക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡോൺ കാർലോ അത്രയ്ക്ക് അവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഒബ്വിയസ്ലി ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ കൺട്രോളില്ലാത്ത പ്രശ്നങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബാലൻസ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് പിന്നെ ഒബ്വിയസ്ലി ഫസ്റ്റ് ബ്ലെയിം അദ്ദേഹത്തിലേക്കാണ് വരിക. പക്ഷേ ഞാനിവിടെ ബോർഡിനെയും ബ്ലെയിം ചെയ്യും. പിന്നെ അക്കാഡമിയിൽ നിന്നുള്ള പ്ലേയേഴ്സിനൊക്കെ അങ്ങോട്ടേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാത്തതിന് ഒബ്വിയസ്ലി നമുക്ക് കാർലോ അഞ്ചലോട്ടിയും ബ്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഇഞ്ചുറീസും അതേപോലെ തന്നെ ലാക്ക് ഓഫ് സൈനിങ്ങുകളും ഒക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു സെൻഡ് ഓഫ് റയൽ മാഡ്രിഡ് കൊടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലർക്കും മുമ്പ് റയൽ മാഡ്രിഡിൽ അത് കിട്ടിയില്ല. പക്ഷേ ഈ ചങ്ങായി അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ അത്ലറ്റിക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആൾ അവിടെ നിന്ന് പോവാണ്. ക്ലബ് വേൾഡ് കപ്പിൽ മാനേജ് ചെയ്യാൻ ഉണ്ടായിരിക്കില്ല, ബ്രസീൽ ജോലി ഏറ്റെടുക്കാനാണ് പോകുന്നത് തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ ആരായിരിക്കും പിന്നെ റയൽ മാഡ്രിഡിൻ്റെ മാനേജർ? സൊലാരി ആകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ക്ലബ് വേൾഡ് കപ്പിലേക്ക്. പിന്നെ ഷാബി അലോൺസോ വരും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് സംസാരിക്കാം. ഡോൺ കാർലോ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി മനുഷ്യൻ, ഇതിഹാസ പുരുഷൻ,
റെസ്പെക്റ്റ് അല്ലാണ്ട് വേറെ ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി ഇതൊരു ബാഡ് സീസണാണ്, ശരിയാണ്. പക്ഷേ അത് വെറും കാർലോയുടെ തലയിൽ ഇടണ്ട, കാർലോയുടെ തലയിൽ മാത്രം ഇടേണ്ട തരത്തിലൊരു സംഭവമല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഒരു സല്യൂട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതങ്ങോട്ട് കൊടുക്കുക. ആളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. വാട്ട് എ മാനേജർ മാൻ. ഡോൺ കാർലോ ഈസ് എ ലെജൻഡ്. അത്രേ ഉള്ളൂ. ഈ കാര്യം എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത്. ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാം എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഓൾറെഡി അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഇനിയും പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഫെഡയുടെയൊക്കെ പോലുള്ള പ്ലേയേഴ്സിൻ്റെ അറ്റാക്കിംഗ് ആ ഒരു സംഭവങ്ങൾ അതും നമുക്ക് കൂടുതൽ കാണണം. അവരെയും മാക്സിമൈസ് ചെയ്യാൻ പുതിയ കോച്ചിന് സാധിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സംഭവം പൊളിക്കും. ഹാൻസി ഫ്ലിക്കിൻ്റെ ഫൈനൽ റെക്കോർഡുകൾ അൺബിലീവബിളാണ്. ഇതുവരെ ഫൈനലിൽ പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലാണ്. അതും ഇന്റർ മിലാനെതിരെ. ഇന്റർ മിലാൻ ആ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിലേക്ക് വരുന്ന തുടർച്ചയായി 3 മത്സരങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടാണ്. അവരുടെ ട്രിപ്പിൾ സ്വപ്നം ബദ്ധവരികൾ അവസാനിപ്പിച്ചു. അതേപോലെ തന്നെ അവർ ലീഗിൽ തുടർച്ചയായി 2 മത്സരങ്ങൾ പരാജയപ്പെടുന്നു. നാപ്പോളി അവരുടെ ആ ഒരു 1-ാം സ്ഥാനം ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ ഇന്റർ മിലാൻ്റെ മൊറാല് പാതാളത്തിലായിരിക്കെ ബാഴ്സലോണയുടെ മൊറാല് സ്കൈ ഹൈ ആണ്, ആകാശം മുട്ടിയാണ് ഇരിക്കുന്നത്. ശരിയാണ്, ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ബാഴ്സലോണയ്ക്ക് ഉണ്ട് നിലവിലത്തെ കോൺടെക്സ്റ്റ് കണക്കെടുക്കുമ്പോൾ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇന്റർ മിലാൻ എങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗിനെ നേരിടാൻ പോകുന്നത് കണ്ടറിയേണ്ട സംഭവമാണ്. ഇഞ്ചുറി പ്രശ്നങ്ങൾ 2 സൈഡിനുണ്ട്, ഫറ്റീഗ് 2 സൈഡിനുണ്ട്. പക്ഷേ മൊമെൻറ്റം ബാഴ്സലോണക്കൊപ്പമാണ് നിലവിലുള്ളത്. അവർ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി കൂടി തളർന്നിട്ടാണ് ഇന്റർ മിലാൻ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് രീതിയിലായിരിക്കും ഇന്റർ മിലാൻ ആ മത്സരത്തെ നേരിടുക, അത് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. എന്തായാലും ഒരു ടെറിഫിക് മത്സരമായിരിക്കും. അതിനായിട്ട് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. മറ്റേ കൊണ്ട് കാണാം. ഗുഡ് ബൈ.